അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു സ്പെക്ട്രത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ 2 മാർക്സിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 2 or 3 സെൻറ്റൻസിലാണ് ഈ ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. അത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ആൻസർ ഇൻ 2 or 3 സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു 2 or 3 സെൻറ്റൻസിന് എഴുതുമ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കറക്റ്റായിട്ട് ആ ഒരു മീനിങ് വരുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു 2 or 3 സെൻറ്റൻസിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഫുൾ മാർക്കും തന്നെ നമുക്ക് കിട്ടും. ഈ ഒരു 5 മാർക്സും അതുപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻസ് ഒന്നും വരുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ എത്ര എഴുതിയാലും എങ്ങനെയാണെങ്കിലും കുറേയൊക്കെ നമ്മളെ മാർക്ക് അതിൽ പോകും. പക്ഷേ ഈ 2 മാർക്സിൻ്റെ അങ്ങനെ അല്ല, നമുക്ക് ഫുൾ മാർക്ക് തന്നെ കവർ ചെയ്തെടുക്കാം ഈ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ. അപ്പോൾ ഈ ഒരു ആവറേജ് നിൽക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു എക്സാമിന് ഒരാഴ്ച മുന്നേയൊക്കെ പഠിച്ചു തുടങ്ങുന്നവർ, അല്ലെങ്കിൽ 5 ദിവസം മുന്നേ, അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേന്നൊക്കെ പഠിച്ചു തുടങ്ങുന്നവർക്കാണെങ്കിൽ നമ്മൾ ഈ ഒരു പാസ്സാവാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു 2 മാർക്സ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കവർ ചെയ്യാൻ പറ്റിയാൽ തന്നെ ബാക്കി നമ്മൾ എന്തെങ്കിലും ബാക്കി വരുന്ന 5 മാർക്സിലൊക്കെ അത്യാവശ്യം എഴുതാൻ പറ്റിയാലും അതുപോലെ തന്നെ ഒരു എസ്സേ ഒക്കെ അത്യാവശ്യം എഴുതാൻ പറ്റിയാലും നമുക്ക് ഈസി ആയിട്ട് പാസ്സായി പോവാം. അപ്പോൾ അങ്ങനെ പാസ്സാവണം എന്നല്ല, എല്ലാവരും നല്ല മാർക്ക് വാങ്ങി തന്നെയാണ് പാസ്സാവേണ്ടത്. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്പെക്ട്രത്തിൽ 4 മൊഡ്യൂളാണുള്ളത്. അപ്പോൾ ഈ ഒരു 4 മൊഡ്യൂളിലെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലോട്ട് പോവാം. ഫസ്റ്റ് മൊഡ്യൂളിലെ ഡിവൈഡഡ് ടൈംസ് ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ആൻസർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ നോട്ടിലോ മറ്റു ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു വീഡിയോൻ്റെ ഒപ്പം തന്നെ ഈ ഒരു സ്ക്രീനിൽ കൊടുക്കാം പറ്റുകയാണെങ്കിൽ പരമാവധി ഞാൻ ഇതിൽ സ്ക്രീനിൽ കൊടുക്കാം. പക്ഷേ ടൈം തീരെ കുറവായതുകൊണ്ട് അതിൽ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള കുറേ മൊഡ്യൂൾസ് ഇനിയും എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഡിവൈഡഡ് ടൈംസിലാണ് ആദ്യം പറയുന്നത്. വാട്ട് മേക്ക് ഹാംലെറ്റ്, ഒഡീസിയസ്, വേദർ ആൻഡ് ഡോൺ കിഹോട്ടി മോഡേൺ? അപ്പോൾ ഹാംലെറ്റ്, ഒഡീസിയസ്, വേദർ, ഡോൺ കിഹോട്ടി എന്നിവർ മോഡേൺ ആകുന്നത് എങ്ങനെയെന്നാണ് ക്വസ്റ്റ്യന്. അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ട് ദേ ആർ മോഡേൺ ബിക്കോസ് ദേ ആർ മാർജിനലൈസ്ഡ് ആൻറ്റി ഹീറോസ്. വി റെക്കഗ്നൈസ് ദം ആൻഡ് മീറ്റ് ദം ഇൻ ദ ലൈറ്റ് ഓഫ് ദെയർ പോപ്പുലാരിറ്റി. Odysseus is a shipwrecked sailor, Hamlet sees ghosts, Don Quixote is a dreamer, and Werther is a ruled by passion. അപ്പോൾ മലയാളത്തിലാണെങ്കിൽ ഈ ഒരു മാർജിനലൈസ്ഡ് ആയ ഭ്രാന്തവൽക്കരിക്കപ്പെട്ട ആൻറ്റി ഹീറോസ് ആയതുകൊണ്ടാണ് അവർ മോഡേൺ ആകുന്നത്. നമ്മൾ അവരെയും അവരുടെ ജനപ്രീതിയെയും മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഒഡീസിയസ് എന്ന് പറയുന്നത് ഒരു കപ്പൽ ദുരന്തത്തിൽപ്പെട്ട് ഉഴലുന്ന ഒരു നാവികനാണ്. ഹാംലെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രേതങ്ങളെയും ഭൂതങ്ങളെയൊക്കെ കാണുന്നവനാണ്. ഡോൺ കിഹോട്ടി വെറുതെ സ്വപ്നങ്ങൾ കാണുന്നവനാണ്. വേർതർ ആണെങ്കിൽ ഈ ഒരു പ്രണയം മൂലം ഭ്രാന്ത് പിടിച്ചവനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഹൗ ഡിഡ് ഒഡീസിയസ് അപ്പിയർ ടു നൗസിക്ക ആൻഡ് ഹെർ companion when he landed on the island of Phaeacians. അപ്പോൾ ഈ ഒരു ഫിയേഷ്യൻസ് ദ്വീപിൽ എത്തിയ സമയത്ത് ഈ ഒരു നൗസിക്കായ്ക്കും, ഈ ഒരു ഫിയേഷ്യൻസ് ദ്വീപിലത്തെ രാജകുമാരിയാണ് നൗസിക്കായ്ക്കും അവളുടെ കൂട്ടുകാരികൾക്കും എങ്ങനെയാണ് ഈ ഒരു ഒഡീസിയസിനെ കണ്ടപ്പോൾ തോന്നിയത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ട് ഇൻ ദ ഐസ് ഓഫ് നൗസിക്ക ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഹി ലുക്ക് ടെറിഫയിങ്. ദേ തിങ്ക് ഹി ഈസ് ലൈക്ക് ആൻ ഇൽ കെപ്റ്റ് ലയൺ. ഹിസ് ഐസ് ആർ ബേണിംഗ്. ഹി ഗോസ് ഔട്ട് ആഫ്റ്റർ cattle, sheep or deer in the wilderness. He is hungry and he want to eat. There is a urgency in his hunger. ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഈ ഒരു ഒഡീസിയസിനെയും നൗസിക്കായ്ക്കും അതുപോലെ തന്നെ അവളുടെ ഫ്രണ്ട്സിനും തോന്നിയത് വളരെ ഹൊറിഫയിങ്ങും ടെറിഫയിങ്ങും ഒക്കെ ആയിട്ടാണ്. അതുപോലെ തന്നെ അവനൊരു ഇൽ കെപ്റ്റ് ലയൺ, പട്ടിണിക്കിട്ട സിംഹത്തെ പോലെയാണ് തോന്നിയത്. അതുപോലെ തന്നെ അവൻ്റെ ഐസ് ആർ ബേണിങ്. അതുപോലെ തന്നെ ഈ ഒരു ഏതോ ഒരു ഇരയെ, ഈ ഒരു കാറ്റിലിനെയോ ഷീപ്പിനെയോ ഡീറിനെയൊക്കെ പിടിക്കാനുള്ള ധൃതിയിലെ പോലെയാണ് അവൻ്റെ പെരുമാറ്റം. അതുപോലെ തന്നെ അവന് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും കഴിക്കണം എന്നുള്ളൊരു ആവേശവും ധൃതിയൊക്കെ അവൻ്റെ മുഖത്ത് വളരെ വ്യക്തമായി കാണാമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് വാസ് ഡോൺ കിഹോട്ടീസ് എക്സ്പ്ലെയിൻ ഫോർ വാണ്ടറിങ് അറൗണ്ട് ഇൻ ആർമർ ഡ്യൂറിങ് ദ പീസ് ടൈം? അപ്പോൾ ഈ ഒരു സമാധാനം നിലനിന്നിരുന്ന നാളുകളിൽ എന്തിനാണ് ഈ ഒരു പട്ടാള കവചം ധരിച്ചുകൊണ്ട് കറങ്ങി നടക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് ഈ ഒരു നാട്ടിലുള്ള ആളുകൾ, ഈ ഒരു വില്ലേജേഴ്സ് ചോദിച്ച സമയത്ത് ഈ ഒരു ഡോൺ കിഹോട്ടി പറഞ്ഞത് എന്തായിരുന്നു? അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ട് ഡോൺ കിഹോട്ടി ഈസ് എ മാഡ് മാൻ ടു ദ വില്ലേജേഴ്സ് ഹി മീറ്റ്. വെൻ ദേ ആസ്ക് ഹിം വൈ ഹി മൂവിങ് എബൌട്ട് ഇൻ ആൻ ആർമർ ഇൻ പീസ് ടൈം ഹി പ്രസൻറ്റ് ഹിംസെൽഫ് ആസ് എ വാണ്ടറിങ് നൈറ്റ് ആൻഡ് അംബാസഡർ ഓഫ് ഗോഡ് ഓൺ എർത്ത്.
ഇത്രയുമാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഈ ഒരു അയാളെ കാണുന്ന സമയത്ത് ഈ ഒരു വില്ലേജേഴ്സിനെല്ലാം ഈ ഒരു ഡോൺ കിഹോട്ടി വെറും ഒരു മാഡ്മാൻ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇവരുടെ സമയത്ത് ഈ ഒരു പീസ്ഫുൾ ടൈമിൽ ഈ ഒരു പട്ടാള കവചവും ധരിച്ചിട്ട് കറങ്ങി നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ കിഹോട്ടി പറയുന്ന ആൻസറാണ് ഹി പ്രസൻറ്റ് ഹിംസെൽഫ് ആസ് എ വാണ്ടറിങ് നൈറ്റ് ആൻഡ് അംബാസഡർ ഓഫ് ഗോഡ് ഓൺ എർത്ത്. അപ്പോൾ ഇത്രയും വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യം എന്തായാലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഹി പ്രസൻറ്റ് ഹിംസെൽഫ് ആസ് എ വാണ്ടറിങ് നൈറ്റ് ആൻഡ് അംബാസഡർ ഓഫ് ഗോഡ് ഓൺ എർത്ത് എന്നുള്ളത്. അപ്പോൾ താൻ മറ്റുള്ളവരെ സഹായിക്കാനായി കറങ്ങി നടക്കുന്ന ഒരു പോരാളിയാണെന്നും അതുപോലെ തന്നെ ഈ ഒരു ലോകത്തിലെ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് അയാൾ സ്വയം കണക്കാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വൈ ഡിഡ് ഗേറ്റിയസ് വെർദർ സെൻഡ് ഹിസ് സെർവൻറ്റ് ടു ലോട്ടസ് ഹൗസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഗേറ്റിയുടെ വെർദർ തൻ്റെ സേവകനെ ഈ ഒരു ഷാലറ്റിൻ്റെ അരികിലേക്ക് പറഞ്ഞയച്ചത്? അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വായിക്കാതെ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ മാത്രം കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു വെർദറിൻ്റെ കാമുക്കിയാണ് ഷാലറ്റ്. ഈ ഒരു ഷാലറ്റ് എന്ന് പറയുന്ന സ്ത്രീ കല്യാണം കഴിച്ചൊരു സ്ത്രീയാണ്. അവരുമായിട്ടാണ് ഈ ഒരു വെർദർ പ്രേമത്തിലാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഗേറ്റിയസ് വെർദർ സെൻഡ് ഹിസ് സെർവൻറ്റ് ടു ഷാലറ്റ് ഹൗസ് ബിക്കോസ് ഹി ഈസ് മാഡ്ലി ലവ് വിത്ത് ഷാലറ്റ്. He has sent his servant to her house so that he can have someone who has been close to her near him. ഒരു വേർദർ ഷാലറ്റ് എന്ന് പറയുന്ന ഒരു ലേഡിയുമായിട്ട് മാഡ്ലി ലവ് വിത്ത് ഹെർ. അപ്പോൾ വളരെ ഭ്രാന്തമായ സ്നേഹത്തിലാണ് ഈ ഒരു ഷാലറ്റുമായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേർദർ ഈ ഒരു തൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള ഒരാളെ ഈ ഒരു ഷാലറ്റിൻ്റെ അടുത്തേക്ക് തിരിച്ചയക്കുന്നത് ഈ ഒരു ഷാലറ്റുമായിട്ട് സാമീപ്യം കിട്ടിയ ഒരാൾ ഇയാളുടെ കൂടെ ഈ ഒരു വേർദറിൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ എന്ന ചിന്തയിലാണ് ഈ ഒരു സെർവൻറ്റിനെ ഈ ഒരു വേർദർ ഈ ഒരു ഷാലറ്റിൻ്റെ അടുത്തേക്ക് അയക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഹൗ ഡസ് അമാൻഡ മിക്കാലോ പൗലു ഡിഫൈൻ എ ഹീറോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അമാൻഡ മിക്കാലോ പൗലു ഒരു ഹീറോയെ നിർവചിക്കുന്നത്? അമാൻഡ മിക്കാലോ പൗലു ഡിഫൈൻ എ ഹീറോ ബൈ ദ ഡിഫറൻസ് ഹി ഷോസ് ഫ്രം അതേഴ്സ്. ഡിഫറൻസ് ഈസ് എ സൈൻ ഓഫ് കറേജ്. എ ഹീറോ ചൂസൻ what he want to be. He can be wanderer like Odysseus, a person who seeks ghosts like Hamlet, a madcap adventurer like Don Quixote, or a passionate lover like Werther. മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അമാൻഡ മിക്കാലോപോലു ഒരു ഹീറോയെ നിർവചിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് ധൈര്യത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഈ ഒരു അമാൻഡ മിക്കാലോപോലു കണക്കാക്കുന്നത്. ഒരു ഹീറോ താൻ എന്താകണം എന്നത് സ്വയം തിരഞ്ഞെടുക്കുന്നു. അയാൾ ഒഡീസിയസിനെ പോലെ ഒരു സഞ്ചാരിയാവാം, അല്ലെങ്കിൽ ഹാംലെറ്റിനെ പോലെ ഈ ഒരു ഗോസ്റ്റിനെ കാണുന്ന ഒരാളാവാം, അല്ലെങ്കിൽ ഡോൺ കിഹോട്ടിയെ പോലെ മണ്ടത്തരങ്ങൾ കാണിച്ചു നടക്കുന്ന ഒരാളാവാം, അല്ലെങ്കിൽ വേർദറിനെ പോലെ അഗാധമായ പ്രണയത്തിൽ കഴിയുന്ന ഒരാളാവാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ഹാപ്പൻ വെൻ വൺ റീഡ് ദ എംബ്ലമാറ്റിക് വർക്ക് ഓഫ് ദ യൂറോപ്യൻ ട്രഡീഷൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് യൂറോപ്യൻ ട്രഡീഷനിലെ എംബ്ലമാറ്റിക് വർക്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീകാത്മകമായ കൃതികൾ വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ട് വെൻ വൺ റീഡ് ദ എംബ്ലമാറ്റിക് വർക്ക് ഓഫ് യൂറോപ്യൻ ട്രഡീഷൻ വൺ ബിഗിൻസ് ടു ഹാവ് എ കോഡഡ് റാഡിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് അതേഴ്സ്. One then accepts that the other is a mystery and it is not easy to define them. Odysseus is not a merely filthy shipwreck man. One learned much about people on the island of Phaeacians where he arrives. Now one sees people, refugees arriving on the shore of Europe every day. അപ്പോൾ ഈ ഒരു യൂറോപ്യൻ ട്രഡീഷനിലെ എംബ്ലമാറ്റിക് വർക്ക്സ് ഈ ഒരു പ്രതീകാത്മകമായ കൃതികൾ വായിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു വിപ്ലവകരമായ അതുപോലെ തന്നെ ചിട്ടയുള്ള ഒരു ചിന്ത വായനക്കാരിൽ ഈ ഒരു റീഡേഴ്സിൽ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു മറ്റുള്ളവർ ദ അതർ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രഹസ്യമാണെന്നും അപ്പോൾ ഈ ഒരു മറ്റുള്ളവരെ നിർവചിക്കുക എന്നുള്ള കാര്യം എളുപ്പമല്ലെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഒഡീസിയസ് കപ്പൽ ദുരന്തത്തിലകപ്പെട്ട വെറും ഒരു വൃത്തികെട്ട മനുഷ്യനല്ല. അപ്പോൾ അയാൾ മനുഷ്യനല്ല, അയാൾ നമുക്കറിയാം ഈ ഒരു ഒഡീസിയസ് എന്ന് പറയുന്നത് ഇത്താക്കയുടെ കിങ്ങാണ്. അല്ലാതെ ഈ ഒരു അവിടെ ഇയാളുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഈ ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്താണ് ഈ ഒരു ഒഡീസിയസ് ഈ ഒരു ഫിയേഷ്യൻസ് ദ്വീപിൽ എത്തപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ എത്തപ്പെടുന്നു ഈ ഒരു കപ്പൽ ദുരന്തത്തിൽ പെട്ടതുകൊണ്ടാണ് അയാളുടെ ഡ്രസ്സുകൾ ചീത്തയായതും അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ ആയതും അതുപോലെ തന്നെ അയാൾ ആരാണെന്ന് തിരിച്ചറിയാത്ത വിധത്തിലായതും അയാളുടെ സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു ഒഡീസിയസ് എന്ന് പറയുന്നത് കപ്പൽ ദുരന്തത്തിൽ അകപ്പെട്ട വെറും വൃത്തികെട്ട ഒരു മനുഷ്യനല്ല, ഹീസ് എ കിങ് ഓഫ് ഇത്താക്ക. അതുപോലെ തന്നെ ഈ ഒരു ഹാംലെറ്റിൻ്റെ ഒഡീസി വായിക്കുന്ന സമയത്ത് ഈ ഒരു ഒഡീസിയസ് എത്തിപ്പെടുന്ന ഈ ഒരു ഫിയേഷ്യൻസ് ദ്വീപിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരെ പറ്റിയിട്ടൊക്കെ നല്ല അറിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു
ആ ഒരു കാഴ്ച, ഈ ഒരു ഒഡീസിയസ് ഈ ഒരു ഫിയേഷ്യൻസ് ദ്വീപിൽ എത്തപ്പെടുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു മോഡേൺ വേൾഡിൽ, ഈ ഒരു ആധുനിക യുഗത്തിൽ ഈ ഒരു യൂറോപ്പിൽ നിന്നും എത്തുന്ന അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ ഒരു കാഴ്ചയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഡിവൈഡഡ് ടൈംസിൽ വരുന്നത്. അപ്പം നെക്സ്റ്റ് നമുക്ക് കൊമാല ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കൊമാലയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഹൗ ഡിഡ് കുണ്ടൂർ വിശ്വനാഥൻ അട്രാക്ട് മീഡിയ അറ്റൻഷൻ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കുണ്ടൂർ വിശ്വനാഥൻ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയത്? അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ട് കുണ്ടൂർ വിശ്വനാഥൻ അട്രാക്റ്റഡ് മീഡിയ അറ്റൻഷൻ ബൈ ഹാങ്ങിങ് എ ബോർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് സെയിങ് ദാറ്റ് ബിക്കോസ് ഓഫ് എ സെവറേ ഡെപ്റ്റ് he and his family members will committed collective suicide at the stroke of midnight on the 15th August. He was a 45 years old man. He had stood surety for a loan taken by his friend Sudhakaran. Now the bank is planning to confiscate Vishwanathan's house and plot. അപ്പോൾ സ്വാതന്ത്ര്യ ദിനമായിട്ടുള്ള ഓഗസ്റ്റ് 15 ഈ ഒരു വിശ്വനാഥനും അതുപോലെ തന്നെ അയാളുടെ കുടുംബവും ഒരു വലിയ കടബാധ്യത കാരണം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുമെന്ന ഒരു ബോർഡ് അയാളുടെ വീടിൻ്റെ മുന്നിൽ വെച്ചതോടെയാണ് ഈ ഒരു കുണ്ടൂർ വിശ്വനാഥൻ ഈ ഒരു മീഡിയയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. അപ്പോൾ അയാൾക്ക് 45 വയസ്സാണ്. തൻ്റെ അയാളുടെ കൂട്ടുകാരനായിട്ടുള്ള സുധാകരന് വേണ്ടിയിട്ട് ബാങ്കിൽ ലോൺ കിട്ടാനായിട്ട് അയാൾ ജാമ്യം നിന്നു. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഈ ഒരു സുധാകരൻ ആ ലോണ് തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് ബാങ്ക് ഇപ്പോൾ ഈ ഒരു വിശ്വനാഥൻ്റെ വീടും അതുപോലെ തന്നെ ഇയാളുടെ പ്ലോട്ടും ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇൻ വാട്ട് വേ ഡിഡ് വിശ്വം ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ് ടു ദ ന്യൂസ് ആങ്കർ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിശ്വം ന്യൂസ് ആങ്കറിനോട് തന്നെ പരിചയപ്പെടുത്തിയത്? അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ട് വിശ്വൻ ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ് ടു ദ ന്യൂസ് ആങ്കർ ബൈ സെയിങ് ദാറ്റ് ഹി വാസ് ഫ്രം കുണ്ടൂർ, ഹി ഹാസ് എ വൈഫ് ആൻഡ് 2 daughters. He put together this 7.5 cent plot and house by suffering lot of problems including starving. If the bank take it away, he has no choice but committed suicide. അപ്പോൾ ഈ ഒരു വിശ്വൻ സ്വയം പരിചയപ്പെടുത്തുന്നത്, വിശ്വൻ പറഞ്ഞു അയാൾ കുണ്ടൂരിൽ നിന്നാണ്, അയാൾക്ക് ഒരു ഭാര്യയും അതുപോലെ തന്നെ 2 പെൺകുട്ടികളുമാണുള്ളത്. ഒരുപാട് സഫർ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു 7.5 സെൻറ്റ് ഭൂമിയും അതുപോലെ തന്നെ ഒരു വീടും അയാൾക്ക് സ്വന്തമായിട്ടുണ്ടായത്. അതുപോലെ തന്നെ അത് ബാങ്ക് ജപ്തി ചെയ്താൽ ആത്മഹത്യ അല്ലാതെ അയാൾക്ക് വേറെ വഴിയൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഹൗ വാസ് സുധാകരൻ റിലേറ്റഡ് ടു വിശ്വനാഥൻ. അപ്പോൾ ഈ ഒരു സുധാകരനും വിശ്വനാഥനും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ട് സുധാകരൻ വാസ് റിലേറ്റഡ് ടു വിശ്വനാഥൻ ബൈ ബീയിങ് ക്ലാസ്മേറ്റ്സ്. ദേ സാറ്റ് അറ്റ് ദ സെയിം ബെഞ്ച് ഇൻ ദ ഗവൺമെൻറ് ഹൈസ്കൂൾ വെള്ളൂർ. ദേ ബോത്ത് റിമെമ്പർ ടീച്ചേഴ്സ് പൊതുവാൾ ടീച്ചിങ് ഹെൽപ്പിംഗ് അതേഴ്സ് ഈസ് ആൻ ആക്ട് ഓഫ് ഹോളിനെസ്. അപ്പോൾ ഈ ഒരു സുധാകരനും വിശ്വനാഥനും ക്ലാസ്മേറ്റ്സ് ആണ്, അവരൊപ്പം പഠിച്ചവരാണ്. വെള്ളൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരേ ബെഞ്ചിലിരുന്നാണ് അവർ പഠിച്ചത്. അതുപോലെ തന്നെ അവരെ പഠിപ്പിച്ച പൊതുവാൾ സാറിൻ്റെ ഉപദേശം അവർക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു സാറ് പറയുന്ന കാര്യം പരോപകാരമേ പുണ്യം എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഹൗ ഡിഡ് വിശ്വനാഥൻ ഫാൾ ഇൻ ടു ദ ഡെപ്റ്റ് ട്രാപ്പ്. അപ്പോൾ എങ്ങനെയാണ് വിശ്വനാഥൻ ഇത്തരത്തിലുള്ള ഒരു കടക്കെണിയിൽ പെട്ടത്? അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ട് വിശ്വനാഥൻ ഫെൽ ഇൻ ടു ദ ഡെപ്റ്റ് ട്രാപ്പ് ബൈ സ്റ്റാൻഡിങ് ഷുവർട്ടി ഫോർ എ ലോൺ ഓഫ് 15,000 സുധാകരൻ ടുക്ക് ഫ്രം ദ വെള്ളൂർ കോപ്പറേറ്റീവ് ബാങ്ക്. Sudhakaran reminded Vishwanathan of teaching of Mr. Podwal, helping others is an act of holiness, and made him sign as surety for the loan he took. വെള്ളൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും സുധാകരൻ എടുത്ത 50,000 രൂപയുടെ ലോണിന് ജാമ്യം നിന്നതുകൊണ്ടാണ് വിശ്വനാഥൻ ഈ ഒരു കടക്കെണിയിൽ വീണത്. അപ്പോൾ ഈ ഒരു സുധാകരൻ ഈ ലോണ് തിരിച്ചടച്ചില്ല. അപ്പോൾ ആ ഒരു ലോണ് തിരിച്ചടക്കേണ്ട ഉത്തരവാദിത്തം ഈ ഒരു വിശ്വനാഥൻ്റെ പേരിലായി. അപ്പോൾ ഈ ഒരു പൊതുവാൾ സാറ് പറഞ്ഞ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സുധാകരനെ സൂത്രത്തിൽ ഈ ഒരു വിശ്വനെ ഈ ഒരു ജാമ്യത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് സമ്മതിപ്പിക്കുകയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് വാസ് മാധവൻ നായർ ദ ബാങ്ക് സെക്രട്ടറീസ് എക്സ്പ്ലനേഷൻ regarding the Vishwanathan suicidal intimation. അപ്പോൾ ഈ ഒരു വിശ്വന്റെ ആത്മഹത്യാ ഭീഷണിയെക്കുറിച്ച് ബാങ്ക് സെക്രട്ടറി ആയിട്ടുള്ള മാധവൻ നായരുടെ വിശദീകരണം എന്തായിരുന്നു? ആൻസർ വന്നിട്ട് മാധവൻ നായർ, സെക്രട്ടറി ഓഫ് ദ വെള്ളൂർ കോപ്പറേറ്റീവ് ബാങ്ക്, said that the bank could only act under the Cooperative Bank Act. It is the duty of the surety to repay the capital and interest if Sudhakaran failed to pay. The amount now is 90,345. If Vishwan does not pay, the bank has to confiscate the house and the plot. The bank had sent notice and given
enough and more time to Vishen to make the payment. ഈ ഒരു വെള്ളൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള മാധവൻ നായരുടെ വിശദീകരണം ഈ ഒരു ബാങ്കിന് കോപ്പറേറ്റീവ് ബാങ്ക് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂ എന്നുള്ളതും അതുപോലെ തന്നെ ലോൺ എടുത്ത ആൾ അത് തിരിച്ചടച്ചില്ലെങ്കിൽ ജാമ്യക്കാരന് അത് തിരിച്ചടയ്ക്കണമെന്നും അതുപോലെ തന്നെ ലോണും പലിശയും കൂടി ഇപ്പോൾ 90,345 രൂപയായി. വിശ്വൻ ആ തുക തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്ക് അയാളുടെ വീടും സ്ഥലവും ജപ്തി ചെയ്യും. അതുപോലെ തന്നെ ബാങ്ക് അയാൾക്ക് നോട്ടീസ് അയച്ച് ആവശ്യത്തിലും അതിലധികവും സമയം നൽകിയിരുന്നുള്ള കാര്യമാണ് ഇയാൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഹൗ ഡിഡ് വിശ്വനാഥൻ റീപേ ദ 7,000 rupees ടു ദ ബാങ്ക്. അപ്പോൾ എങ്ങനെയാണ് ഒരു വിശ്വനാഥൻ 7,000 രൂപ ബാങ്കിൽ അടച്ചത്? ഇതിൻ്റെ ആൻസർ വന്നിട്ട് വിശ്വനാഥൻ റീപേഡ് ദ 7,000 rupees ടു ദ ബാങ്ക് ബൈ ടേക്കിംഗ് ദ മണി ഫ്രം ഹിസ് വൈഫ് രാധ ഹു വർക്ക് വെരി ഹാർഡ് ഓൺ ദ ടൈലറിംഗ് ജോബ്. ബിക്കോസ് ഓഫ് ഹെർ എക്സസ് വർക്ക് വിത്ത് ദ സൂയിങ് മെഷീൻ ഷീ ഈവൻ ഗോട്ട് ഹെർ നീസ് swollen and she had to take medicine for a week. അപ്പോൾ ഈ ഒരു വിശ്വനാഥൻ്റെ ഭാര്യയായിട്ടുള്ള രാധ ടൈലറിങ് ജോലി ഒരു തയ്യൽ ജോലി ചെയ്തുണ്ടാക്കിയ കാശ് എടുത്താണ് അയാൾ ഈ ഒരു 7,000 രൂപ ബാങ്കിൽ അടച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അമിത ജോലിഭാരണം കാരണം രാധയ്ക്ക് അവളുടെ മുട്ടിൽ നീര് വരികയും ഒരാഴ്ചയോളം അതിന് മരുന്ന് കഴിക്കേണ്ടിയും വന്നിട്ടുണ്ട്. Why did Madhavan Nair says that Vishwanathan could not expect some clemency from the bank like writing off agriculture debts? ക്വസ്റ്റ്യൻ വന്നിട്ട് ബാങ്കിൽ നിന്നും കൃഷിക്കും മറ്റും എടുക്കുന്ന ലോൺ എഴുതി തള്ളുന്ന വിധത്തിലുള്ള യാതൊരു ദയയും പ്രതീക്ഷിക്കരുത് എന്ന് വിശ്വനാഥനോട് എന്തുകൊണ്ടാണ് മാധവൻ നായർ പറഞ്ഞത്? ഇതിൻ്റെ ആൻസർ വന്നിട്ട് മാധവൻ നായർ said that Vishwanathan could not expect any clemency from the bank like writing off agriculture debts. Because if the bank start doing that because of the cries and tears of people, it will have to close down. All the employees of the bank then will lose their job and they will have to stay home. Moreover, it's not the bank's responsibility to look after the welfare of the people. അപ്പോൾ ഇവിടെ പറയുന്നത് കരച്ചിലും പിഴിച്ചിലൊക്കെ കണ്ടിട്ട് കടം വാങ്ങിച്ചവരോട് ദയ കാണിക്കാൻ ബാങ്ക് തുടങ്ങിയാൽ ബാങ്ക് പൂട്ടിപ്പോകുമെന്നും അതുപോലെ തന്നെ ബാങ്കിലെ ജീവനക്കാർക്ക് അങ്ങനെ അവരുടെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടിട്ട് വീട്ടിൽ പോയി വെറുതെ ഇരിക്കേണ്ട അവസ്ഥ വരും. അതുമാത്രമല്ല അതിനേക്കാൾ കൂടുതൽ ഒരു കാരണം പറയുന്നത് ജനങ്ങളെ നന്നാക്കലല്ല ഈ ഒരു ബാങ്കിൻ്റെ റെസ്പോൺസിബിലിറ്റി. ബാങ്കിൻ്റെ ചുമതല എന്ന് പറയുന്നത് മറ്റുള്ളവരെ നന്നാക്കലല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വൈ ഡിഡ് അലക്സ് പുന്നൂസ് കമ്പയർ ദ കേരള ടു കൊമാല. എന്തുകൊണ്ടാണ് ഈ ഒരു അലക്സ് പുന്നൂസ് കേരളത്തെ കൊമാലയുമായി താരതമ്യം ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ വന്നിട്ട് അലക്സ് പുന്നൂസ് കമ്പയർഡ് കേരള ടു കൊമാല ബിക്കോസ് കേരള ഹാസ് ദ ഹയസ്റ്റ് റേറ്റ് ഓഫ് സൂയിസൈഡ് ഇൻ ദ കൺട്രി. ഇൻ കേരള 11,300 people committed to suicide in 2004. Even school children here think of committing suicide. If suicide go on like this, by the next decade of Kerala will be a state of the death. It will then be like Comala in the novel Petro Paramo by Juan Rulfo. Comala is like a ghost town where people are mentally and spiritually dead even though they are physically alive. ഇപ്പോൾ ഒരു നാഷണൽ ബ്യൂറോ ഓഫ് ക്രൈം റെക്കോർഡ്സിൽ നിന്ന് വന്നിട്ടുള്ള അലക്സ് പുന്നൂസ് നമ്മളുടെ ഈ ഒരു കേരളത്തെ ഈ ഒരു കൊമാലയുമായിട്ട് കമ്പയർ ചെയ്യാണ്. അപ്പോൾ അതിന് കാരണമായിട്ട് ഈ ഒരു അലക്സ് പുന്നൂസ് പറയുന്നത് ഈ ഒരു നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടിയ സൂയിസൈഡ് റേറ്റ് ഉള്ളത് കേരളത്തിലാണെന്നും അതുപോലെ തന്നെ കേരളത്തിൽ 2004 11,300 പേര് ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ സ്കൂൾ കുട്ടികൾ വരെ ഈ ഒരു സ്കൂൾ സ്റ്റുഡൻസ് വരെ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആത്മഹത്യകൾ തുടർന്നു കഴിഞ്ഞാൽ 10 കൊല്ലം കഴിയുമ്പോൾ ഈ ഒരു കേരളം എന്ന് പറയുന്നത് മരിച്ചവരുടെ സ്റ്റേറ്റായി മാറുമെന്നും അപ്പോൾ ഈ ഒരു കേരളം അപ്പോൾ അത് പെട്രോ പരാമോ എന്ന് പറയുന്ന നോവലിലെ കൊമാലയിലെ പോലെ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൊമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവരുടെ നഗരം എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കൊമാലയിലെ ഈ ഒരു പെട്രോ പരാമോയിലെ നോവലിലെ കൊമാല എന്ന് പറയുന്ന ഈ ഒരു സിറ്റിയിലെ ജനങ്ങൾ മനസ്സിലും ഹൃദയത്തിലും മരിച്ചവരാണ്. ദ പീപ്പിൾ ആർ മെൻ്റലി ആൻഡ് സ്പിരിച്വലി ഡെഡ്. അപ്പോൾ ഈ ഒരു ഹൃദയത്തിലൊക്കെ മരിച്ചവരാണ് അവർ, പക്ഷേ അവർ ഫിസിക്കലി അലൈവ്, ശാരീരികമായിട്ട് അവർ ജീവിക്കുന്നു മാത്രം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ വാട്ട് ഗ്രൗണ്ട്സ് അക്കോർഡിംഗ് ടു ഫാത്തിമ ബീഗം വുഡ് വിശ്വം ബി ചാർജ്ഡ് ഈവൻ ഹി ഫെയിൽ ടു കമ്മിറ്റ് സൂയിസൈഡ്. അപ്പോൾ ഈ ഒരു ഫാത്തിമ ബീഗത്തിൻ്റെ അഭിപ്രായത്തിൽ വിശ്വൻ ആത്മഹത്യയിൽ പരാജയപ്പെടുകയാണെങ്കിൽ എന്തെല്ലാം ചാർജുകൾ അയാളിൽ ചുമത്താൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ഫാത്തിമ ബീഗം എന്ന് പറയുന്നത് വക്കീലാണ്, അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് അക്കോർഡിംഗ് ടു ഫാത്തിമ ബീഗം വിശ്വൻ വുഡ് ബി ചാർജ്ഡ് ഈവൻ ഹി ഫെയിൽ ടു കമ്മിറ്റ് സൂയിസൈഡ് ബിക്കോസ് ഓഫ് അറ്റംപ്റ്റഡ് സൂയിസൈഡ് ആൻഡ് ആൾസോ പ്രോംപ്റ്റിംഗ് അതേഴ്സ് ടു കമ്മിറ്റ് സൂയിസൈഡ്. സെക്ഷൻ 309 of IPC make the attempt to commit suicide an offence. It can get up to 10 years in prison. Persuading one to commit suicide is also an offence. Vishwan will be charged on both counts.
അപ്പോൾ ഇവിടെ ഫാത്തിമ ബീഗം പറയുന്നത് ഈ ഒരു വിഷൻ ആത്മഹത്യ ചെയ്തില്ലെങ്കിലും ഈ ഒരു ആത്മഹത്യയിൽ പരാജയപ്പെട്ടാൽ അയാൾക്കെതിരായിട്ട് 2 ചാർജുകൾ ഉണ്ടാവും. ആത്മഹത്യാ ശ്രമവും അതുപോലെ തന്നെ ഈ ഒരു ആത്മഹത്യാ പ്രേരണയും. IPC സെക്ഷൻ 309 പ്രകാരം ഈ ഒരു ആത്മഹത്യാ ശ്രമം കുറ്റകരമാണെന്നും അതിന് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. ആത്മഹത്യക്ക് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതും കുറ്റകരമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 കാരണവും ഈ ഒരു വിശ്വന്റെ മേലിൽ ചുമത്തിയിട്ട് അയാൾക്കെതിരെ കേസെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഒരു ഫാത്തിമ ബീഗം പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വൈ ഡിഡ് വിശ്വം എക്സോർട്ട് പീപ്പിൾ ത്രൂ ദ ന്യൂസ് ചാനൽ നോട്ട് ടു ലെൻഡ് മോർ ദാൻ 5,000 rupees ടു എനിബഡി? അപ്പം എന്തുകൊണ്ടാണ് 5,000 രൂപയിൽ കൂടുതൽ ആർക്കും കടം കൊടുക്കരുതെന്ന് വിശ്വൻ ന്യൂസ് ചാനലിൽ കൂടി ജനങ്ങളോട് പറഞ്ഞത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് വിശ്വൻ എക്സോർട്ടഡ് പീപ്പിൾ ത്രൂ ദ ന്യൂസ് ചാനൽ നോട്ട് ടു ലെൻഡ് മോർ ദാൻ 5,000 rupees ടു എനിബഡി ബിക്കോസ് ഇഫ് ദ പ്രോബ്ലം ഓഫ് മണി കം അപ്പ് ലേറ്റർ യു വിൽ ഗെറ്റ് ഇൻ ടു ആൻ ആർഗ്യുമെൻറ്റ് ആൻഡ് യുവർ റിലേഷൻ ഫാൾ അപ്പാർട്ട്. A simple argument will make any relationship collapse and crumble in a moment. So if you have to lend more than 5,000. 5,000 രൂപയിൽ കൂടുതൽ ആർക്കും കടം കൊടുക്കരുതെന്ന് ഈ ഒരു വിശ്വം പറയുന്നതിനുള്ള കാരണം ഈ ഒരു പണത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഈ ഒരു ബന്ധങ്ങളിലെ വേർപാടുകൾ, ബന്ധങ്ങളിൽ വിള്ളലുകൾ വരികയും ചെയ്യും. ഒരു ചെറിയ തർക്കം പോലും ബന്ധങ്ങളെ നശിപ്പിച്ചേക്കാം. അതുകൊണ്ട് ഈ 5,000 രൂപയിൽ കൂടുതൽ ആർക്കെങ്കിലും കടം കൊടുക്കേണ്ടി വന്നാൽ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുകയും കൊടുക്കുന്നയാളിന്റെ കയ്യിൽ നിന്നും ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് വാങ്ങിക്കുകയും ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് വാസ് ദ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇൻ ദ ന്യൂസ് ടൈം ദ ഡേ ആഫ്റ്റർ? അപ്പോൾ പിറ്റേ ദിവസം ന്യൂസ് ടൈമിൽ എന്തായിരുന്നു ഈ ഒരു ഡിസ്കഷൻ്റെ സബ്ജക്റ്റ്, എന്തായിരുന്നു ഈ ഒരു സംവാദത്തിൻ്റെ വിഷയം? അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ട് ദ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇൻ ദ ന്യൂസ് ടൈം ദ ഡേ ആഫ്റ്റർ വാസ് ദ ലോഞ്ച് ഓഫ് ഡിസ്കവറി വിൽ കൊളംബിയ ബി റിപ്പീറ്റഡ്? ദ ചാനൽ ഹാഡ് റിസീവ്ഡ് നോ റെസ്പോൺസ് ടു ദ ഒപ്പീനിയൻ പോൾ ഇറ്റ് ഹാഡ് സോട്ട് ഓൺ ദ ഇഷ്യൂ of Vishwan's suicide. People were disinterested and they did not take a part in the poll. പിറ്റേ ദിവസം ഈ ഒരു ഡിസ്കഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ലോഞ്ച് ഓഫ് ഡിസ്കവറി വിൽ കൊളംബിയ ബി റിപ്പീറ്റഡ് എന്നായിരുന്നു. അതുപോലെ തന്നെ തലേ ദിവസം വിശ്വന്റെ ആത്മഹത്യാ ഭീഷണിയെ പറ്റി നടത്തിയ വോട്ടെടുപ്പിൽ, അഭിപ്രായ വോട്ടെടുപ്പിൽ ആരും തന്നെ പങ്കെടുത്തില്ല. ആൾക്കാർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വൈ ഡിഡ് വിശ്വം സേ ടു ഹിസ് വൈഫ് ദാറ്റ് വേൾഡ് മൂവ് ഓൺ ദ ബാക്ക് ഓഫ് ഹോപ്പ്? അപ്പോൾ എന്തുകൊണ്ടാണ് വിശ്വൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞത് ഈ ഒരു ലോകം സഞ്ചരിക്കുന്ന പ്രത്യാശകളുടെ പുറത്ത് കയറിയതാണെന്ന്? അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ട് വിശ്വൻ ടോൾഡ് ഹിസ് വൈഫ് ഹി വാണ്ടഡ് ടു ഫൈൻഡ് ദ സുധാകരൻ ആൻഡ് ഹി വാസ് ഗോയിങ് ഔട്ട് ടു ലുക്ക് ഫോർ ഹിം. ദെൻ ഷീ ടോൾഡ് ഹിം ദാറ്റ് ഹി വുഡ് നെവർ ഫൈൻഡ് സുധാകരൻ. ഇൻ റെസ്പോൺസ് ടു ഹെർ പെസിമിസം വിശ്വൻ ടെൽ ഹിസ് വൈഫ് ദാറ്റ് ദ വേൾഡ് മൂവ് ഓൺ ദ ബാക്ക് ഓഫ് ദ ഹോപ്പ് ആൻഡ് സോ വൺ ഷുഡ് നോട്ട് ലോസ് ഹോപ്പ്. അപ്പോൾ ഈ ഒരു വിശ്വൻ ഈ ഒരു സുധാകരനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുള്ള കാര്യം തൻ്റെ ഭാര്യയായിട്ടുള്ള രാധയോട് പറഞ്ഞ സമയത്ത് ഈ ഒരു രാധ പറയാണ് ഈ ഒരു സുധാകരനെ ഒരിക്കലും ഈ ഒരു വിശ്വന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നും പറയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു രാധയുടെ നിരാശ നിറഞ്ഞ ഈ ഒരു പ്രസ്താവനയ്ക്ക് മറുപടി ആയിട്ടാണ് വിശ്വൻ പറയുന്നത് the world has moved on the back of hope and so one should not lose hope. ലോകം ഈ ഒരു പ്രത്യാശയുടെ പുറത്ത് കയറിയാണ് സഞ്ചരിക്കുന്നത് എന്നും അതുപോലെ തന്നെ ഈ ഒരു പ്രതീക്ഷ മനുഷ്യന് ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വൈ ഡിഡ് വിശ്വനാഥൻ ഫീൽ ദാറ്റ് ഹി വാസ് ഇൻ കൊമാല വൈൽ സ്റ്റാൻഡിങ് ഓൺ ദ നാഷണൽ ഹൈവേ? അപ്പോൾ ഈ ഒരു നാഷണൽ ഹൈവേയിൽ നിൽക്കുമ്പോൾ വിശ്വന് എന്തുകൊണ്ടാണ് താൻ കൊമാലയിലാണ് എന്ന തോന്നലുണ്ടായത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് വിശ്വനാഥൻ ഫെൽറ്റ് ദാറ്റ് ഹി വാസ് ഇൻ കൊമാല വൈൽ സ്റ്റാൻഡിങ് ഓൺ ദ നാഷണൽ ഹൈവേ because he was trying to wave down some truck to get a ride but nobody stopped. From where he stood he could see a tattukada open. Many people were there. The only noise was from the stove under the samovar. The people were keeping plate in their hands trying to get the meat frying in the oil. Then Vishan thought that the people of Komala were also like this. He thought of people like Abundio, Dono, Edvigas ഫ്രം കൊമാല. ഈ ഒരു നാഷണൽ ഹൈവേയിൽ നിന്നിട്ട് ഈ ഒരു വിഷൻ അതിൽ പോകുന്ന ട്രക്കുകളെ കൈ കാണിച്ച് നിർത്തിയിട്ട് ഒരു ലിഫ്റ്റ് വെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കായിരുന്നു. പക്ഷെ ആരും തന്നെ നിർത്തുന്നില്ല. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് അയാൾക്കൊരു തട്ടുകട കാണായിരുന്നു. അപ്പോൾ ഈ ഒരു തട്ടുകടയ്ക്ക് ചുറ്റും ധാരാളം പേര് കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമോവർ ചൂടാകുന്ന സ്റ്റവിൽ നിന്നും വരുന്നൊരു മുരൾച്ച മാത്രമേ ആ ഒരു സ്ഥലത്ത് കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എണ്ണയിൽ വെന്തുകൊണ്ടിരിക്കുന്ന ഇറച്ചി കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്ലേറ്റുകൾ കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുകയായിരുന്നു.
അപ്പോൾ ഈ ഒരു സീൻ കാണുന്ന സമയത്ത് ഈ ഒരു കൊമാലയിലെ ആൾക്കാരും ഇതുപോലെ ആയിരുന്നെന്നും അതുപോലെ തന്നെ അപ്പോൾ വിശ്വന് ഓർമ്മ വന്നത് ഈ ഒരു കൊമാല, ഈ ഒരു പെട്രോ പരാമയിലെ കഥാപാത്രങ്ങളായിട്ടുള്ള അബുണ്ടിയായോയും അതുപോലെ തന്നെ ഡോണ എഡ്വിഗസിനെയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് തോട്ട് ഡിഡ് സ്പ്ലാഷ് ത്രൂ ദ വിഷൻസ് മൈൻഡ് വെൻ ദ മിഡിൽ ഏജ്ഡ് മാൻ ഗോട്ട് ഇൻ ടു ദ ജീപ്പ്. അപ്പോൾ ഒരു മധ്യവയസ്കൻ ജീപ്പിലേക്ക് കയറിയപ്പോൾ എന്ത് ചിന്തയാണ് ഈ ഒരു വിശ്വന്റെ മനസ്സിലുണ്ടായത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് ദ ജീപ്പ് ഡ്രൈവർ ഈവൻ refused to touch the accident victim and Vishen was trying to get the victim into the jeep alone. Then Vishen thought he was in Comala. But then suddenly a middle-aged man came and told him that he would go with him. He jumped into the jeep even without waiting for Vishen's response. Then Vishen thought there were certain places left in Comala that are not yet dried up. അപ്പോൾ ഈ ഒരു വിശ്വൻ ഈ ഒരു തട്ടുകടയിൽ, ഒരു നാഷണൽ ഹൈവേയിൽ തട്ടുകടയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ ആക്സിഡൻറ്റിൽ പെട്ടിട്ടുള്ള ആ ചെറുപ്പക്കാരൻ്റെ ഈ ഒരു ശരീരം, ഒടുങ്ങി തൂങ്ങിയ ശരീരം ഈ ഒരു ജീപ്പിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു ജീപ്പ് ഡ്രൈവർ ഈ ഒരു ശരീരത്തിൽ തൊടാൻ വിസമ്മതിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വൻ ഒറ്റയ്ക്കാണ് ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുള്ള ചെറുപ്പക്കാരനെ ജീപ്പിലേക്ക് കയറ്റാൻ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വിശ്വന് തോന്നുകയാണ് താൻ കൊമാലയിലാണെന്ന്. അപ്പോഴാണ് ഒരു മധ്യവയസ്കൻ അയാളുടെ ഈ ഒരു വിശ്വൻ്റെ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ഒപ്പം ഈ ഒരു വിശ്വൻ്റെ മറുപടി ഒന്നും കാത്തു നിൽക്കാതെ തന്നെ ഈ ഒരു മധ്യവയസ്കൻ ജീപ്പിലേക്ക് കയറി. അപ്പോൾ ഈ ഒരു വിശ്വൻ ചിന്തിച്ചു, ഈ ഒരു കൊമാലയിലെ എല്ലാ സ്ഥലങ്ങളും വരണ്ടുണങ്ങിയതല്ല, ഇപ്പോഴും മനുഷ്യത്വം പറ്റാത്ത പല സ്ഥലങ്ങളും ഇപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം വിശ്വൻ ഓർത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ഡിഡ് ദ മിഡിൽ ഏജ്ഡ് മാൻ സേ വൈൽ സ്റ്റോപ്പിംഗ് ദ ജീപ്പ് ഇൻ വിച്ച് വിശ്വൻ ക്യാരിഡ് ദ വൗണ്ടഡ് യങ് മാൻ. അപ്പോൾ ഈ ഒരു അപകടത്തിൽപ്പെട്ട ചെറുപ്പക്കാരനെ വിശ്വൻ കൊണ്ടുപോകുന്ന ജീപ്പ് നിർത്തിയപ്പോൾ ഈ ഒരു മധ്യവയസ്കൻ, മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾ എന്താണ് പറഞ്ഞത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഹി സെഡ് ഹി വാസ് സോറി ടു ഗെറ്റ് ഡൗൺ ദർ. He pointed out his house to Vishen. He said on the highway he was desperately trying to find a vehicle when he saw the jeep that was to carry the wounded young man. Because he was taken in the jeep, he could reach home comfortably. He thanked to Vishen and driver and wished them to good night. അപ്പോൾ ഈ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾ ഇറങ്ങാൻ നേരം പറയുന്നത് അവിടെ ഇറങ്ങുന്നതിൽ അയാൾക്ക് ഖേദമുണ്ടെന്നും അതുപോലെ തന്നെ ഈ ഒരു വിശ്വന് അയാളുടെ വീട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. വീട്ടിലേക്ക് പോകാനായിട്ടൊരു വാഹനം നോക്കുമ്പോഴാണ് ഈ ഒരു അപകടം പറ്റിയ ഈ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോകാനുള്ള ജീപ്പ് അയാൾ കണ്ടതെന്നും അതുകൊണ്ടാണ് ആ ജീപ്പ് വന്നത് കാരണം അയാൾക്ക് എളുപ്പത്തിൽ വീടെത്താൻ പറ്റി. അതുകൊണ്ട് തന്നെ ഈ ഒരു വിശ്വനോടും ഡ്രൈവറോടും താങ്ക്സ് പറയുകയും അവർക്ക് അയാളൊരു ഗുഡ് നൈറ്റ് വിഷ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് വർ ദ തോട്ട്സ് സ്പ്ലാഷ് ത്രൂ ദ വിഷ്യൻസ് മൈൻഡ് വൈൽ കളക്ടിങ് ദ വാട്ടർ ഫോർ ഡൈയിങ് മാൻ. ഈ ഒരു മരിക്കുന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് വെള്ളം ശേഖരിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്തെല്ലാം ചിന്തകളാണ് ഈ ഒരു വിഷ്യൻ്റെ മനസ്സിൽ കടന്നുപോയത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് വിഷ്യൻ തോട്ട് ദാറ്റ് ദ ഡൈയിങ് മാൻ ആൾസോ മൈറ്റ് ഹാവ് ടു ട്രാവൽ ടു മെനി പ്ലേസസ് ലൈക്ക് ഹിം. ഹി ആൾസോ മൈറ്റ് ഹാവ് ടു ടോക്ക് ടു സെവറൽ പീപ്പിൾ. ഹി ടു മസ്റ്റ് ഹാവ് ടു ലോസ് തിങ് ആൻഡ് വെപ്റ്റ്, won and rejoiced, love and hated, fallen and risen again. People might have to discuss him and conducted opinion poll about him. അപ്പോൾ ഈ ഒരു വെള്ളം ശേഖരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു വിഷ്യൻ ഈ ഒരു മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചെറുപ്പക്കാരനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരൻ ഈ ഒരു വിഷ്യനെ പോലെ തന്നെ പോലെ തന്നെ ഒരുപാട് യാത്രകൾ ചെയ്യുകയും ഒരുപാട് പേരോട് സംസാരിക്കുകയും ചെയ്തു കാണും. നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞിട്ടുണ്ടാവും, വിജയിച്ചപ്പോൾ സന്തോഷിച്ചിട്ടുണ്ടാവും. സ്നേഹവും വെറുപ്പും കിട്ടിയും വീണും എഴുന്നേറ്റിട്ടും ആയിരിക്കും അവനും ജീവിച്ചത്. അതുപോലെ തന്നെ ജനങ്ങൾ അവനെ പറ്റിയിട്ട് സംസാരിച്ച് കാണും, അഭിപ്രായ വോട്ടെടുപ്പ് നിർത്തി കാണും എന്നൊക്കെയാണ് ഈ ഒരു വിഷ്യൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൊമാല എന്നുള്ള ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ട് വൈ ഡിഡ് വിഷ്യൻ കൺക്ലൂഡ് ദാറ്റ് ദ ത്രെറ്റ് ഓഫ് സൂയിസൈഡ് ഡിസ്പ്ലൈഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് വാസ് എ ഹ്യൂജ് അബ്സർഡിറ്റി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷ്യൻ വിചാരിച്ചത് തൻ്റെ വീടിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആത്മഹത്യാ ബോർഡ് ഒരു വലിയ മണ്ടത്തരമാണെന്ന്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് വിഷ്യൻ കൺക്ലൂഡ് ദാറ്റ് ദ ത്രെറ്റ് ഓഫ് സൂയിസൈഡ് ഡിസ്പ്ലേഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് വാസ് എ ഹ്യൂജ് അബ്സർഡിറ്റി ബിക്കോസ് ഹി തോട്ട് ഹിസ് ഡെപ്റ്റ് വാസ് 2 drop of water. He has repaid it. Therefore the suicide board is an absurdity as he owns nothing more than to anybody.
ഇവിടെ വിശ്വൻ ചിന്തിച്ചു അയാളുടെ ആകെ കടം ഈ ഒരു 2 തുള്ളി വെള്ളമാണെന്നും അത് അയാൾ വീട്ടിൽ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി അയാൾക്ക് ആർക്കും ഒന്നും കൊടുക്കാനില്ല. അതുകൊണ്ട് തന്നെ വീടിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഈ ഒരു ആത്മഹത്യാ ബോർഡ് വലിയ മണ്ടത്തരമാണെന്ന് അയാൾ ചിന്തിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് സെക്കൻഡും തേർഡും ഫോർത്തും മൊഡ്യൂളാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും ഈ ഒരു മൊഡ്യൂളും കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ തന്നെ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു മൊഡ്യൂളിൽ തന്നെ ഇപ്പോൾ ഒരു 30 മിനിറ്റ് വരുന്നുണ്ടെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളിലത്തെ ഈ ഒരു ബിഗ് ഫിഷ് എന്ന് പറയുന്ന ചാപ്റ്ററിലും കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഈ ഒരു 2 മാർക്സിൻ്റെ. അപ്പോൾ വളരെ ലെങ്തി ആയി പോകും. ഒരു 2 മൊഡ്യൂൾ ഒന്നിച്ച് കൊടുക്കുകയാണെങ്കിലും ഇപ്പോൾ 2 വീഡിയോ ആയിട്ട് ഫസ്റ്റും സെക്കൻഡും ഒന്നിച്ച് തേർഡും ഫോർത്തും ഒന്നിച്ച് അങ്ങനെ കൊടുക്കുകയാണെങ്കിലും വളരെ ലെങ്തി ആയി പോകും. അതുകൊണ്ട് നമുക്ക് ഓരോ മൊഡ്യൂളിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു മൊഡ്യൂളിൻ്റെ കൂടി വീഡിയോ ഇതിൻ്റെ ഒപ്പം തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സിഗ്നേച്ചർ എന്നുള്ള ഈ ഒരു ബുക്കിൽ എങ്ങനെ പഠിച്ചാലാണ് കൂടുതൽ മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു വീഡിയോയും കൂടി ഇതിൻ്റെ ഒപ്പം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സ്ക്രീനിൽ നോട്ട് ഡിസ്പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് ഒരുപാട് ടൈം എടുക്കും. ഈ ഒരു ആ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കുന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു നോട്ട് ഡിസ്പ്ലേയിൽ കാണിക്കാത്തത്. ഈ ഒരു നോട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ ചിലപ്പോൾ ഒരു മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. Thank you.